പ്രധാനമന്ത്രി എത്രമാത്രം പ്രാധാന്യമാണ് കേരളത്തിന് കൊടുക്കുന്നതെന്നുള്ള ഏറ്റവും വലിയ തെളിവാണല്ലോ അദ്ദേഹം 2 തവണ തൃശ്ശൂർ മണ്ഡലത്തിലെത്തുന്നു. തൃശ്ശൂർ മണ്ഡലം ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ വളരെ പ്രതീക്ഷ BJP അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടേക്ക് തന്നെ നരേന്ദ്രമോദി 2 തവണ എത്തുന്നു. കൊച്ചിയിൽ വലിയ ഒരു പ്രവർത്തകരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ ദേശീയ നേതൃത്വം വളരെ സീരിയസ് ആണ് കേരളത്തിൻ്റെ കാര്യത്തിൽ. കേരളത്തിൽ നിന്നൊരു സീറ്റ് നേടുക, ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു ലക്ഷ്യം തന്നെയാണ് BJPയുടെ. 2024 അത് സാധ്യമായില്ലെങ്കിൽ 2029 ഇങ്ങനെ വലിയ പ്രോജക്റ്റാണ് കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള നിങ്ങളുടെ ഈ പ്രവർത്തനം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതാമോ? അല്ല, തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല. ഒരു കാര്യം ഉണ്ടി ഞാൻ പറയാം, നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം, പ്രത്യേകിച്ചും പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നടത്തുന്ന കേരള സന്ദർശനങ്ങളെല്ലാം തന്നെ വളരെ പരസ്പരം ആലോചിച്ചാണ്. അല്ലാതെ നരേന്ദ്രമോദിജി അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വരികയല്ല. കേരളത്തിലെ പ്രവർത്തകരുമായിട്ട് ആലോചിച്ച് മോദിജിയുടെ സേവനം ഏതൊക്കെ മേഖലകളിലാണ്, അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളിലെല്ലാം എന്തെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കണം, ഇതെല്ലാം ഒരു പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഒരു മണ്ഡലത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ നരേന്ദ്രമോദിജി 2 റോഡ് ഷോ നടത്തിയത് എറണാകുളത്താണ്. അപ്പോൾ ഒരു മണ്ഡലത്തല്ല, കേരളത്തിലെ ജനങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം. എല്ലായിടത്തും ആ ഒരു പ്രസൻസ് ഉണ്ട്. നിങ്ങൾ നോക്കൂ, നരേന്ദ്രമോദിജിയുടെ ഈ അടുത്ത കാലത്തെ 2 സന്ദർശനങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ജനപിന്തുണ, അത് BJPക്കാരുടെ മാത്രം പിന്തുണയല്ല. ജനങ്ങൾ വലിയൊരു വിഭാഗം ആൾക്കാർ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നു. മോദി വേണം കേരളത്തിനെന്ന് ആഗ്രഹിക്കുന്നു. മോദിയുടെ രാഷ്ട്രീയത്തിലൂടെ ഇനി കേരളത്തിന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇനി കേരളത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം, അത് നിങ്ങൾക്കൊരു സുവർണാവസരം, അത് ആ പ്രയോഗത്തിലൂടെ വിവാദമായെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ കരുതിയിരുന്നു. പക്ഷെ അന്ന് ലഭിക്കാത്ത സ്വീകാര്യത ഇന്നിപ്പോൾ ഏത് രൂപത്തിൽ, ഇന്നിപ്പോൾ ഏത് തരത്തിലുള്ള സുവർണാസനമാണ് നിങ്ങൾക്കുള്ളതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ പ്രാണപ്രതിഷ്ഠ വിഷയം രാജ്യത്ത് പലയിടത്തും ഞാൻ പൂർത്തിയാക്കോട്ടെ, പ്രാണപ്രതിഷ്ഠ രാജ്യത്ത് പലയിടത്തും സ്വാധീനം ചെലുത്തുന്ന പോലെ കേരളത്തിലും നിങ്ങൾക്ക് ആ ഒരു സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണോ? അല്ല സ്മൃതി, രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയുന്ന എല്ലാവർക്കും അറിയില്ല. കേരളത്തിൽ ഇന്നേ വരെ 2 മുന്നണികളും ഒരുമിച്ച് എതിർത്ത ഒരു വിഷയത്തിൽ ബഹുജനങ്ങളാകെ അതിനനുകൂലമായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ LDFും UDFും പ്രാണപ്രതിഷ്ഠയുടെ നിലപാടിനെതിരായിരുന്നു. പക്ഷേ SNDP ആവട്ടെ, NSS ആവട്ടെ, ധീവരസഭയാവട്ടെ, വിശ്വകർമ്മ സമുദായങ്ങളാവട്ടെ, പട്ടികജാതി സംഘടനകളാവട്ടെ, പട്ടികവർഗ സംഘടനകളാവട്ടെ, ചലച്ചിത്ര താരങ്ങളാവട്ടെ, സാമൂഹ്യ സാംസ്കാരിക നായകന്മാരാവട്ടെ, കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം, ഒരു ക്രോസ് സെക്ഷൻ പൂർണ്ണമായിട്ടും അയോധ്യയിൽ നിർഭയം അയോധ്യ വിഷയത്തിൽ മോദിയോടൊപ്പം നിന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അനുകൂലിച്ച് ഇൻ ഹിസ്റ്ററി ഇത് ആദ്യത്തെ സംഭവമാണ് കേരളത്തിൽ. അതുകൊണ്ട് കേരളത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് സമാധാനപ്പെടുന്നവർ 2019 അങ്ങനെ സംഭവിച്ചു, 2021 അങ്ങനെ, രാഷ്ട്രീയത്തിൽ അത്തരം കാര്യങ്ങളൊന്നും അല്ല. രാഷ്ട്രീയത്തിൽ ഇപ്പോഴെന്താണ് പ്രസക്തമായിരിക്കുന്നത്? ഇപ്പോൾ പ്രസക്തമായിരിക്കുന്നത് മോദിയുടെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ലഭിക്കുന്ന പിന്തുണയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പോലെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കേരളവും വരവേറ്റു. ഞാൻ പണ്ട് 90കളിൽ ഈ ശിലാപൂജ നടക്കുന്ന കാലത്ത് പൊതുപ്രവർത്തനത്തിലുള്ള ആളാണ്. കാർസേവ നടക്കുന്ന കാലത്ത് പൊതുപ്രവർത്തനത്തിലുള്ള ആളാണ്. ആ ഒരു കാലത്തിൽ നിന്ന് ഈ 2024 എത്തുമ്പോൾ കേരളം എത്രമാത്രം മാറിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് കാഴ്ചയുടെ കുഴപ്പമാണ്. കേരളത്തിലെ ജനങ്ങൾ മോദിയുടെ നേതൃത്വത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പച്ചയായ സത്യം. ശ്രീ കെ സുരേന്ദ്രൻ, അവസാനമായി ഈ ഒരു പദയാത്രയിലേക്ക് താങ്കൾ എത്തുമ്പോൾ പ്രാണപ്രതിഷ്ഠാ വേളയിൽ KS ചിത്രയ്ക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണം അടക്കം കണ്ടതാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ BJPയോട് അനുഭാവമോ മമതയോ പ്രസ്താവനയിലൂടെയോ പാട്ടിലൂടെയോ ഏതെങ്കിലും രീതിയിൽ പ്രകടിപ്പിച്ചാൽ അവരെ വേട്ടയാടുന്ന ഒരു സമീപനം കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പൊതുമണ്ഡലത്തിൽ നിന്നുള്ള ആളുകളെ കൂടുതലായി തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ എത്തിക്കുക, അവരെ കൂടുതലായി മത്സരിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ഒരു പദ്ധതി അതെങ്ങനെയാണ് പ്രാവർത്തികമാവുക? ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ പൊതുമണ്ഡലങ്ങളിൽ നിന്ന് വരുന്നവരായാലും സുജയ, അതിൽ നിങ്ങൾ കാണാത്തൊരു വശം ഞാൻ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിരീക്ഷിക്കാം. ഇപ്പം നടി ശോഭന, ചലച്ചിത്ര താരവും നർത്തകിയുമായിട്ടുള്ള ശോഭന നരേന്ദ്രമോദിജിയുമായി വേദി പങ്കിട്ടപ്പോൾ അവർക്കെതിരായിട്ട് വലിയ സൈബർ അറ്റാക്ക് വന്നു. നിങ്ങൾ പ്രൊഫൈൽ എടുത്ത് നോക്കൂ.
ഒരാൾ ശോഭനയ്ക്കെതിരായിട്ട് പറഞ്ഞപ്പോൾ 10 പേര് ശോഭനയ്ക്ക് അനുകൂലമായിട്ട് അവിടെ വന്ന സോഷ്യൽ മീഡിയ, ഞങ്ങളിതൊക്കെ വിലയിരുത്തുന്നവരാണ്. ചിത്രയ്ക്കെതിരായിട്ടുള്ള ഗായിക ചിത്രയ്ക്കെതിരായിട്ടുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്നു. എന്താണ് താഴെ കണ്ട പ്രതികരണം? വലിയ തോതിൽ കേരളം അതിന് ചിത്രയ്ക്ക് അനുകൂലമായിട്ട് പ്രതികരിച്ചു. നമ്മളത് കാണാതെ പോകരുത്. ഇത് ഭരണകൂടത്തിൻ്റെ പ്രശ്നമാണ്. പിണറായി വിജയനെതിരെ ആരെങ്കിലും ഒരു വിമർശനം ഉയർത്തിയാൽ പിടിച്ച് അകത്തിടുന്നവർ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആക്ഷേപിച്ചപ്പോൾ ഒരു നടപടി പോലും എടുത്തില്ല. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്, ജനങ്ങളുടെ പ്രശ്നമല്ല. ജനങ്ങൾ ഈ സൈബർ ആക്രമണത്തിന് വിധേയരായവരെയെല്ലാം അതിശക്തമായിട്ട് അവരെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പുതിയ ഡെവലപ്മെൻ്റാണ് കേരളത്തിൽ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വസ്തുതയാണോ എന്നുള്ളത് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അവിടെയെല്ലാം വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളം നട്ടെൽ ഉയർത്തിപ്പിടിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവ വികാസം തന്നെ.